ദിവ്യ നയനയോട് മനസ്സ് തുറക്കുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, നയനയും ആദർശും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ നാളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ അവന്തികയുടെ അടുത്ത് അഭി പറയുന്നുണ്ട്, മോളെ നീ ഒരിക്കലും അനിയെ വിട്ട് കളയരുത്, അവന് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പകുതി ഷെയറുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട അവന്തിക പറയുന്നുണ്ട്, ഇല്ലില്ല, ഒരിക്കലും ഞാൻ വിടില്ല. പക്ഷേ ഈ കാര്യം കേൾക്കുമ്പോൾ അച്ഛന് ഒരുപാട് സന്തോഷമാകില്ല, ഒരുപാട് സങ്കടമാകും. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ അഭിയേട്ടാ എന്ന് പറയുമ്പോൾ, ഞാൻ എന്തായാലും പോയി അച്ഛനെ കണ്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ അഭിയാണെങ്കിൽ നാഗേന്ദ്രനെ കാണാനായിട്ട് പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവന്തിക വേറൊരു സ്ഥലത്തേക്കും പോകുന്നുണ്ട്. ഇതിനിടയിൽ അവിടെ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നാഗേന്ദ്രൻ എന്ന പാമ്പിൻ്റെ പത്തിക്ക് തന്നെയാണ് നമ്മൾ അടിച്ചത്, അതുകൊണ്ട് തന്നെ അവനിനി വിഷം തുപ്പാനായിട്ട് യാതൊരു അവകാശവും യോഗ്യതയുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ആദർശവും അതുതന്നെയാണ് പറയുന്നത്. നാഗേന്ദ്രനാണെങ്കിൽ നമ്മുടെ അഭിയോട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മയെപ്പോലെ ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവളെ പരിചയപ്പെട്ടത് മുതൽ എൻ്റെ നാശമായിരുന്നു എന്ന് പറയുന്നു. നിൻ്റെ അമ്മ സ്വന്തം ഇഷ്ടം മാത്രം ചെയ്യുന്നവളായിരുന്നു എന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയുന്നു. അഭിയാണെങ്കിൽ അത് കേട്ടിട്ട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നു. ഇതിനിടയിൽ ശൈലജയെ കാണിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കിട്ടിയ അവസരത്തിൽ നവ്യ നയനയോട് മനസ്സ് തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്.